അവയവദാന കേസിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ്. സ്പായുടെ മറവിലാണ് ഏജന്റ് ഡെബിൻ ജോസഫ് അവയവ കച്ചവടം നടത്തിയിരുന്നതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ. സ്പായിൽ എത്തുന്നവരുടെ സാമ്പത്തിക സ്ഥിതി ചൂഷണം ചെയ്തുകൊണ്ടാണ് വലയിൽ വീഴ്ത്തിയിരുന്നത്. സ്വീകർത്താവിൽ നിന്നും 20 ലക്ഷം രൂപ വരെ വാങ്ങും. ഏജന്റുമാർ 5 ലക്ഷം രൂപ വരെ കൈപ്പറ്റുന്നുണ്ടെന്നും കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കി. ഏജന്റുമാരുണ്ട്. ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാർ തുടങ്ങി ഇങ്ങനെ നടത്തുന്നുണ്ട്. അതനുസരിച്ചാണ് നമുക്കിവിടെ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു ദിൽബിന് ഒരാളെ അതിനിടെ നമുക്ക് അറസ്റ്റ് ചെയ്തു. അവിടെ വരக்கூடிய ആൾക്കാരെ അങ്ങനെ ഫൈനാൻഷ്യലായിട്ട് വീക്കായിട്ടുള്ള ആൾക്കാരുണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ അവരുടെ ഡോക്യുമെൻ്റ് എടുത്തിട്ട് ഇതൊരു ഓർഗനൈസ്ഡ് ഒരു ഓർഗൻ ട്രേഡായിട്ടാണ് ചില ആൾക്കാർ തുടങ്ങിയിട്ടുള്ളത്. അത് നമുക്ക് ലീഗലായിട്ട് ഒരിക്കലും സ്പെഷ്യൽ ആക്ട് തന്നെ ഉണ്ട് ടോട്ടാന്ന് പറഞ്ഞിട്ട്. കച്ചവടം എങ്ങനെയെങ്കിലും ഒരു 18 മുതൽ 20 ലക്ഷമാണ് ഇവർ ഏജൻറ്റുമാർ റെസിപ്പിയൻ്റ് കൊണ്ട് എടുക്കുന്നത് ഇതുവരെ കിട്ടിയിട്ടുള്ളവർ. അതിൽ ഏകദേശം ഡോണർക്ക് ഒരു 10 ലക്ഷം വരെ പോകുന്നുണ്ട്. ബാക്കി ഇടയ്ക്കുള്ള മറ്റു പ്രോസസ്സും പിന്നെ ഒരു ഏജൻറ്റ് കൊണ്ടുവന്നാൽ അവനക്ക് 1 ലക്ഷം, അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതൊരു നെറ്റ്വർക്കായിട്ടാണ് കരുതിയിട്ടുള്ളത്. ഇത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാതാണ്. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണോ പോലീസ് കണ്ടെത്തൽ അറിഞ്ഞിരിക്കുന്നത്? എന്താണ് മനസ്സിലാക്കാനാകുന്നത്? ആരൊക്കെയാണ് പിടിയിലാവുക? സ്മൃതി, മുഖ്യപ്രതിയായ നജീബിന് പുറമെ ഇയാളുടെ ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. അതിനിടയിലാണ് ഒരു ഏജന്റായ മറയൂർ സ്വദേശി ഡെബിൻ ജോസഫിനെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം അമ്പലമേട് പോലീസ് സ്റ്റേഷനിലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് കൊച്ചി DCPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇയാളെ പിടികൂടിയത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്തരത്തിലൊരു നിർണായകമായിട്ടുള്ള വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇയാളുടെ ഉടമസ്ഥതയിൽ ആലപ്പുഴയിൽ ഒരു സ്പാ ഉണ്ട്. അങ്ങനെ സ്പാ നടത്തുന്നതിനിടയിൽ അവിടേക്ക് എത്തുന്ന ആളുകളെ സാമ്പത്തികമായിട്ട്, അതായത് സാമ്പത്തിക സ്ഥിതി ചൂഷണം ചെയ്താണ് ഇയാൾ വലയിൽ വീഴ്ത്തുകയും ചെയ്തിരുന്നത്. അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അവരിൽ നിന്നൊക്കെ തന്നെ എങ്ങനെയാണ് പണം വാങ്ങേണ്ടതെന്നുള്ള കൃത്യമായി ഇയാൾക്കൊരു തീരുമാനമുണ്ടായിരുന്നു. 18 ലക്ഷം മുതൽ 20 ലക്ഷം വരെയാണ് സ്വീകർത്താക്കളിൽ നിന്ന് ഇയാൾ വാങ്ങിയിരുന്നത്. അതിനുശേഷം അതിൽ 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ഏജന്റുമാർക്കാണ്. ഇതിന് പുറമെ 10 ലക്ഷമാണ് അവയവദാതാക്കൾക്ക് നൽകുകയും ചെയ്തതെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ മനുഷ്യക്കടത്ത്, വിദേശത്തേക്ക് മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ടെന്നുള്ളതാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ അമ്പലമേട് സ്റ്റേഷനിൽ മാത്രമല്ല, കുന്നത്താട് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട 2 കേസുകൾ ഉണ്ട്. ആ കേസുകളിൽ മുഖ്യപ്രതിയായ നജീബിനെയും ഭാര്യ റഷീദയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസമാണ് 5 ദിവസത്തേക്ക് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. ഇതിൽ പ്രധാനമായും പോലീസ് വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നത് ഈ 2 പേരുടെയും ഉന്നത ബന്ധമാണ്. ഈ നജീബിന്റെ ഒരു ഡയറി പോലീസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നതാണ്. അതിൽ ചില ഉന്നതരുടെ പേരുകളുണ്ടെന്നുള്ള സൂചന കൂടി നമുക്ക് ലഭ്യമാവുകയാണ്. അതിൽ വ്യക്തത വരുത്തുന്നതിന് ഒപ്പം തന്നെയാണ് ഈ വിദേശത്തേക്ക് ആളുകളെ കടത്തി അവിടെ വെച്ച് അവയവ കച്ചവടം നടന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ശ്രമവും നടക്കുന്നത്. SS ശരണാണ് വിവരങ്ങൾ നൽകിയത്.